നിതിൻ, വാഗമൺ പോലീസിന്റെ കയ്യിലുള്ള പ്രതിയെ എപ്പോഴായിരിക്കും അങ്കമാലി പോലീസിന് കൈമാറുക? കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റു നടപടികളും ഒക്കെ നടത്തുക അങ്കമാലി പോലീസ് ആയിരിക്കും അല്ലേ? വിവേകിനെ കൊണ്ടുവരാനായി വാഗമണ്ണിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വാഗമണ്ണിൽ അങ്കമാലി സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന വിവരം നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇയാൾ ഒളിവിലിരിക്കുന്ന കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൂടി അങ്ങോട്ടേക്ക് എത്തിയ ശേഷമാണ് വാഗമൺ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. ഇനിയിപ്പോൾ ഈ അങ്കമാലിയിൽ നിന്നുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അവരവിടെ എത്തിയ ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇവിടെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇയാളെ ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയോ മറ്റോ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതായിരിക്കും നിലവിൽ പോലീസിന്റെ ലക്ഷ്യം. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ കസ്റ്റഡി വേണമെന്ന് തന്നെ പോലീസ് ആവശ്യപ്പെടും. അപ്പോൾ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ അയാളെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അങ്കമാലിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയ ശേഷമായിരിക്കും ഇയാളെ അങ്കമാലിയിലേക്ക് കൊണ്ടുവരിക. അങ്കമാലിയിലേക്ക് കൊണ്ടുവരും. അങ്കമാലി പോലീസ് നിലവിൽ വാഗമണിലേക്ക് തിരിച്ചിട്ടുണ്ട്. വാഗമൺ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഡോക്ടർ ഉള്ളത്. അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അങ്കമാലിയിലേക്ക് കൊണ്ടുവരും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയും ദിവസം നീണ്ട ഈ ഫെബ്രുവരി 28-നാണല്ലോ ഈ അപകടം നടക്കുന്നത്. ഒരാഴ്ച പിന്നിടുന്നു. ഈ ഒരു ആഴ്ചക്കുള്ളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? നിതിൻ, മരണം ഉണ്ടായി അല്ലെങ്കിൽ മസ്തിഷ്ക മരണം ഉണ്ടായ സമയത്ത് തന്നെ വലിയ ആരോപണം പോലീസിന് നേരെ ഉയർന്നിരുന്നു. പോലീസിന്റെ വലിയ അനാസ്ഥ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ജസ്ലയുടെ സുഹൃത്തുക്കളും അധ്യാപകരും അല്ലെങ്കിൽ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ആരോപിച്ചത്. കാരണം 28-ാം തീയതി നടന്ന ഒരു അപകടമാണ്. അത് 5 ദിവസത്തിന് ശേഷം 2 ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലടക്കം വലിയ വാർത്ത വന്ന് മാധ്യമങ്ങളിലൂടെ ഈ കുടുംബമടക്കം പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളടക്കം പ്രതികരിക്കുകയും ഒപ്പം ഈ കോളേജിലെ അധ്യാപകരും സഹപാഠികളും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയപ്പോഴാണ് പോലീസിൽ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്താൻ തയ്യാറായത്. പിന്നീടാണ് ഈ വാഹനമടക്കം കസ്റ്റഡിയിലെടുക്കുക. അപ്പോൾ തുടക്കം മുതൽ തന്നെ പ്രതിയെ സഹായിക്കുന്ന തരത്തിൽ ഈ പോലീസ് പ്രവർത്തിച്ചു എന്നൊരു ആരോപണം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും വലിയ പ്രതിഷേധം ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പോലീസിനെതിരെ ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് പോലീസിന്റെ അന്വേഷണത്തിലേക്ക് പോവുകയും ഈ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അതിനുശേഷം പോലീസ് ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. SHO പറഞ്ഞിരുന്നത് ആരെയും സഹായിക്കാൻ പോലീസ് ശ്രമിച്ചിട്ടില്ല, അന്വേഷണം നടത്തുന്നുണ്ട്, പ്രതി ഒളിവിലാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും ഇന്നലെ ഈ പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് ഇന്നലെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയത്. ഇന്നലെ ഉച്ചയോടുകൂടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. ഇന്നലെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് ഈ കുടുംബത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. അതിൽ പോലീസിനെ പൂർണ്ണമായും പോലീസിന്റെ അനാസ്ഥ എടുത്ത് കാണിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് പോലീസിൽ നിന്ന് കൃത്യമായ മറുപടികൾ പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നായിരുന്നു ജസ്ലിയുടെ കുടുംബം ആരോപിച്ചത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രതിയെ സമ്മർദ്ദത്തിലാക്കുക അല്ലെങ്കിൽ പോലീസിന്റെ മേൽ വീണ പഴി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നൊരു കുറ്റത്തിന് ഇന്ന് രാവിലെ ജോർജ് മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ജോർജ് മാത്യുവിന് കഴിഞ്ഞ ദിവസം അതേപുരയിലെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇവർ വീട് പൂട്ടി അവിടെ നിന്ന് പോയ നിലയിലായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ജോർജ് പി മാത്യുവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ ഒളിസങ്കേതം കൃത്യമായി പോലീസ് ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം ശേഖരിച്ച് പരിശോധിക്കുമ്പോൾ ഇടുക്കിയിൽ തന്നെ ഇയാൾ ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. കൃത്യമായൊരു ലൊക്കേഷൻ ഇന്ന് രാവിലെ ഈ ജോർജിനെ ചോദ്യം ചെയ്തതോടെ ഈ വാഹനത്തിന്റെ ഉടമ ജോർജാണ്. പക്ഷേ വാഹനം ഓടിച്ചത് ശ്രീക്കിന്റെ ഒപ്പം ഒരു സുഹൃത്തുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നു. ശ്രീക്കായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. പക്ഷേ ജോർജിന്റെ പേരിലാണ് ഈ വാഹനമുള്ളത്. അപ്പോൾ മകനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നൊരു കുറ്റത്തിനാണ് ജോർജിനെ ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുക പിന്നീട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ജോർജിന്റെ അറസ്റ്റിലൂടെയാണ് പ്രതിയുടെ കൃത്യമായ ഒരു ഒളിസങ്കേതം കൂടി പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ വാഗമണിലെ ഒളിയിടത്തിൽ സിറിയക്ക് ഉണ്ട് എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലാകും. അതേ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം വാഗമണിലെത്തുകയും വാഗമൺ പോലീസാണ് ഇയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ നിലവിൽ വാഗമൺ പോലീസ് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. വാഗമൺ പോലീസൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അയാളെ അല്പസമയത്തിനകം ഈ അങ്കമാലിയിൽ നിന്ന് പോയ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുമായി
തിരികെ വരുമ്പോൾ ഇവിടെ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നത്. ആ സംഘം ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും കസ്റ്റഡി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഇയാളെ പ്രൊഡ്യൂസ് ചെയ്യുക. നിലവിൽ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് സിറിയക്കിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സിറിയക്കിന്റെ പിതാവിനെയും അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇന്നലെ ഈ സിറിയക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. ഇന്നലെ അത് കേസ് ഇന്ന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിറിയക്കിനെതിരായ റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് സമർപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് തന്നെ പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പോലീസിന് കേട്ട പേരുദോഷം മായ്ക്കുക അല്ലെങ്കിൽ പോലീസിനുണ്ടായ അനാസ്ഥ അത്